സ്റ്റുഡന്റ് ബേസിക്സ് ഓഫ് ഗ്രാമറിലെ വേർബ്സിന്റെ സെക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീങ് ഓർ ഇറ്റ്സ് ആൻ ആക്ഷൻ. ഒരു സെന്റൻസ് എടുക്കുമ്പോൾ തന്നെ ആ സെന്റൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് വേർബ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ സെന്റൻസ് ഫോർമേഷന്റെ ടൈമിൽ പഠിച്ചു. സബ്ജക്റ്റ് കഴിഞ്ഞ് അതിനുശേഷം വേർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. അപ്പോൾ അവിടെ വേർബിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ടെൻസ് ഫോം വരുന്നതനുസരിച്ച് വേർബിന് ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വേർബ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ ടെൻസസ് വരുന്ന സമയത്ത് വേർബിന്റെ V1, V2, V3 ഫോം അതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചേഞ്ച് വരാം. അതായത് ചിലതിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ നമ്മൾ ED യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഫ്യൂച്ചർ വരുമ്പോൾ നമ്മൾ ING യൂസ് ചെയ്യും. അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബേസിക് ഗ്രാമർ ഇൻ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഡ്വേർബ്, വേർബ്, കൺജങ്ഷൻ എന്നീ 3 പാർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോവാം. ആദ്യം വേർബ് എന്താണെന്ന് നോക്കാം. നമുക്ക് യൂഷ്വലി വേർബ് എന്താണെന്നറിയാം, ക്രിയ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെയാണ് വേർബ് എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീങ് ഇൻ എ സെൻറ്റൻസ് കൺവേസ് ആൻ ആക്ഷൻ ഓർ ആൻ ഒക്കറൻസ്. ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ്, അതായത് ഒരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ്, അതായത് ഒരു സെൻറ്റൻസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെ ആണ് എന്ത് പറയുന്നത്, വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ ഓർ മെൻ്റൽ ആക്ഷൻ. അത് വേണമെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ആക്ഷനുമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ മെൻ്റലി ചെയ്യുന്ന ആക്ഷനുമാകാം. നോക്ക്, എ ബോയ് ഈസ് റണ്ണിങ്. എ ബോയ് ഈസ് റണ്ണിങ്. ഇവിടെ എന്താണ് വേർബ് എന്ന് പറയുന്നത്? ബോയ്. ഇവിടെ ബോയ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നൗൺ ആണ്. ബോയ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ചെയ്യുന്ന ഒരു ആക്ഷനാണ്. അപ്പം അതെന്താണ്? വേർബാണ്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി വേർബിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻഫിനിറ്റ്, പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ING. അതായത് ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ടെൻസ് ഫോം പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റും. ഇപ്പം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിലാണ് വേർബ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു ഡു, അതായത് ടു ഡു സംതിങ്. അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ, അത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ ടു ഡു എന്നാണ് ഉപയോഗിക്കുക. അതിന് പ്രസൻറ്റ് ടെൻസ്, അതായത് ഇപ്പോൾ നടക്കുന്ന ടെൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുക എന്താ, ഡു അല്ലെങ്കിൽ ഡസ് എന്നാണ് ഉപയോഗിക്കുക. അതേസമയം അത് പാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഹി ഡസ് ദ പ്രോജക്റ്റ്. ഉണ്ടോ, അത് പ്രസൻറ്റ് ടെൻസ് ആണ്. ആളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഡിഡ് ദ പ്രോജക്റ്റ്. ആൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഓൾറെഡി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു, പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണ്. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഹി ഡൺ ദ പ്രോജക്റ്റ്. ആൾ എന്ത് ചെയ്തു? ഓൾറെഡി. അതുപോലെ തന്നെ എന്താ ചെയ്ത് കഴിഞ്ഞു. അതായത് ആള് ഓൾറെഡി എന്ത് ചെയ്തു? പിന്നെയും ആ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഡൺ കൊണ്ടും വരുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ടെൻസ് ഫോംസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഡൂയിങ് ദ പ്രൊജക്റ്റ്, ആളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഡൂയിങ് ദ പ്രൊജക്റ്റ് എന്ന് വരുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, ടു ഗീവ്, ഇൻഫിനിറ്റ് ആയിട്ട് ടു ഗീവ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ ഗീവ് അല്ലെങ്കിൽ ഗീവ്സ് ആയി വരും. ഒന്നെങ്കിൽ തരുന്നു, ഹി ഗീവ്സ് മീ എ പ്രസൻറ്റ്, ഹി ഗീവ് മീ എ പ്രസൻറ്റ്, ഐ ഗീവ് ഹെർ എ പ്രസൻറ്റ്, അങ്ങനെയൊക്കെ. ഹി ഗേവ് മീ എ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് പാസ്റ്റ് ടെൻസ് ആണ്. ആളെനിക്കൊരു പ്രസൻറ്റ് തന്നിരുന്നു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഹി ഹാസ് ഗിവൺ മീ എ പ്രസൻറ്റ് അല്ലെങ്കിൽ ഹി ഹാഡ് ഗിവൺ മീ എ പ്രസൻറ്റ് എന്ന് പറയുന്നത് അത് തന്നു കഴിഞ്ഞ കാര്യമാണ്, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ഗിവിങ്, തന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അത് എന്ന് പറയുന്നത് എന്താണ്? ING ഫോമാണ്. അതുപോലെ തന്നെ നോക്കിയേ, ടു പ്ലേ, കളിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലേ അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രസൻറ്റ്. പാസ്റ്റിൽ വരുമ്പോൾ എന്തായി? പ്ലേഡ് എന്നായി, കളിച്ചു കഴിഞ്ഞു എന്നായി. പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വരുമ്പോൾ എന്തായി? ആൾ കളിച്ചു കഴിഞ്ഞു, ഹി ഹാഡ് പ്ലേഡ്, കളിച്ചു കഴിഞ്ഞു എന്നായി. ING ഫോമിൽ വരുമ്പോൾ പ്ലേയിങ്, കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നായി. അതുപോലെ തന്നെ നമുക്ക് അത് വേറൊരു എക്സാമ്പിൾ, ടു റീഡ്, വായിക്കുന്നു. റീഡ് അല്ലെങ്കിൽ റീഡ്സ്, അതായത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റിൽ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡ്, വായിച്ചു കഴിഞ്ഞു. മറ്റേതും റെഡ് തന്നെ, വായിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ING ഫോമിലേക്ക് വരുമ്പോൾ റീഡിങ്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഓൺ പ്രോസസ്സിങ് നടക്കുകയാണ്, വായിച്ചുകൊണ്ട് പോവുകയാണ് എന്നുള്ള അർത്ഥം വരുന്നു. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ടെൻസ് ഫോംസ് പഠിക്കുമ്പോൾ ഈ സെക്ഷൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ സെയിം വേർബിൻ്റെ ഈ സെയിം സാധനം തന്നെയാണ് ടെൻസ് ഫോം വരുമ്പോൾ പഠിക്കാനുള്ളത്.
അടുത്തത് ടൈപ്സ് ഓഫ് വേർബ്. ടൈപ്സ് ഓഫ് വേർബ് നോക്കിയേ, ആക്ഷൻ വേർബ് അല്ലെങ്കിൽ സ്റ്റാറ്റീവ് വേർബ്. ഏതൊക്കെ ടൈപ്സ് ആണുള്ളത് നോക്കാം. ആദ്യം ആക്ഷൻ വേർബ് അല്ലെങ്കിൽ സ്റ്റാറ്റീവ് വേർബ്, പിന്നുള്ളത് ഓക്സിലറി വേർബ് ആൻഡ് മോഡൽ വേർബ്, റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഈ ഓരോ വേർബും എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യത്തത് ആക്ഷൻ വേർബ് ആൻഡ് സ്റ്റാറ്റീവ് വേർബ്. അതിൽ ആക്ഷൻ വേർബ് എന്താണെന്ന് നോക്കാം. These are actions performed mentally or physically by a person, animal or object. അതായത് ഇത് ആക്ഷൻസ് ആണ്. എങ്ങനെ? മെൻ്റലായിട്ടുള്ള ആക്ഷൻസ് ആയാലും ഫിസിക്കലായിട്ടുള്ള ആക്ഷൻസ് ആയാലും ഒരു നൗൺ, അതായത് ഒരു പേഴ്സണോ അനിമലോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ ചെയ്യുന്ന ആക്ഷനുകളെയാണ് ആക്ഷൻ വേർബ് എന്ന് പറയുക. ആ പേര് പോലെ തന്നെ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ, ദ ബോയ് ഇസ് റണ്ണിങ് ഇൻ ദ പാർക്ക്. ഇവിടെ ബോയ് എന്ന് പറയുന്ന നൗൺ ആയിട്ടുള്ള ആൾ, പാർക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്. സബ്ജക്റ്റ്, ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വൈസ് നോക്കാം. ഇവിടെ ബോയ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ചെയ്യുന്ന വേർബാണ് ആൾ എന്ത് ചെയ്യാണ്, ഓടിക്കൊണ്ടിരിക്കുന്നു, റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു ആക്ഷൻ വേർബാണ്. ഇവിടെ നോക്കിയേ, ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഏതാണ്? ഡോഗാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ചെയ്യുന്ന വേർബ് എന്താണ്? ബാർക്കിംഗ്, കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി. എങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, ബാർക്കിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത് വരുന്നത്, ലൗഡ്ലി എന്ന് വരുന്നത്. അപ്പോൾ ഈ ഇവിടെ റണ്ണിങ്ങും ബാർക്കിങ്ങും എന്താണ്, ആക്ഷൻ വേർബുകളാണ്. ഇനി അടുത്ത നോക്കി, സ്റ്റാറ്റീവ് വേർബ്. ദിസ് ഡിസ്ക്രൈബ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് സച്ച് ആസ് വാട്ട് സംതിങ് ഈസ് ഫീൽസ് ഓർ പൊസസ്. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണത്. അന്ന് ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ING ഫോം വരുന്നില്ല. ഇവിടെ നോക്കി, റണ്ണിങ്ങിൽ നമ്മുടെ റൺ പ്ലസ് ING ചേരുമ്പോഴാണ് എന്ത് വരുന്നത്, റണ്ണിങ് എന്ന് വരുന്നത്. ING ഫോം ഉണ്ട്. പക്ഷേ ഇവിടെ നോക്ക്, ING ഫോം വരുന്നില്ല, ഒട്ടും ING ഫോം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വേർബിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിനെയോ പറയുന്നതാണ്, അല്ലാണ്ട് അതൊരു ആക്ഷൻ അല്ല. അത് കുറച്ചും കൂടെ ഇംപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഒരു ഫീലിംഗ് ആണ്, നമ്മുടെ ഒരു അവസ്ഥനെ പറയുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കി, ഐ വോണ്ട് എ ന്യൂ കാർ. ഇവിടെ ആൾക്കൊന്നും ചെയ്യാനില്ല, ആൾക്കൊരു പുതിയ കാർ വേണം എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ആൾക്ക് അതിനുവേണ്ടി ആളൊന്നും ചെയ്യുന്നില്ല. ആളെന്തെങ്കിലും ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതായിട്ടോ ഒന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. ജസ്റ്റ് പറയുന്നത് എന്താണ്, ഒരു കാറ് വേണം എന്ന് മാത്രമാണ് പറയുന്നത്. ഐ വോണ്ട് എ ന്യൂ കാർ, എനിക്കൊരു പുതിയ കാറ് വേണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആ വോണ്ട് എന്ന് പറയുന്നത് എന്ത് വെർബാണ്, ഒരു സ്റ്റേറ്റീവ് വെർബാണ്. അതൊരു അവസ്ഥയാണ്. അത് നോക്കിയേ, സെക്കൻഡ് സെൻറ്റൻസ് നോക്കി, ഹി പ്രോമിസ് ദാറ്റ് ഹി വിൽ സ്റ്റേ. ആൾ സ്റ്റേ ചെയ്യുന്ന ആൾ പ്രോമിസ് കൊടുക്കുകയാണ്. ഇവിടെ ആക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് പ്രോമിസിങ്. അതൊരു എന്താ പറയുക, ഒരു ഫീലിംഗ് ആണ്, ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പ്, അത്രയേ ഉള്ളൂ. അതൊരു സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വേർബുകളെയാണ് എന്ത് പറയുന്നത്, സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കാം, ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേർബ് ദാറ്റ് യൂസ്ഡ് ഇൻ ഫോമിംഗ് ദ ടെൻസസ്, മൂഡ് ആൻഡ് ദ വോയിസസ് ഓഫ് അതർ വേർബ്. ഒരു വേർബിൻ്റെ കൂടെ അതിൻ്റെ വോയിസായി വരുന്ന വേറെ വേർബുകളെയോ അല്ലെങ്കിൽ ടെൻസസിനെയോ, അതായത് പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് പോലുള്ള ടെൻസസിനെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥയെയോ അതായത് മൂഡിനെയോ കാണിക്കുന്നതാണ് എന്ത്, ഓക്സിലറി വേർബ്. ഓക്കെ, ആഡ് ഗ്രമാറ്റിക്കൽ മീനിങ് ടു ദ ക്ലോസ്. അതായത് ആ സെൻറ്റൻസിൽ വരുന്ന ക്ലോസിന് ഗ്രമാറ്റിക്കലി ഒരു മീനിങ് കൊടുക്കുന്നതാണ് ഓക്സിലറി വേർബ്. അതുപോലെ തന്നെ എന്ത് സഹായിക്കുന്നു പറഞ്ഞില്ലേ, വോയിസസ് ഓഫ് അതർ വേർബ് നമ്മളിവിടെ പറഞ്ഞു. നോക്കൂ, വോയിസസ് ഓഫ് അതർ വേർബ് നമ്മളിവിടെ പറഞ്ഞു. അതായത് മെയിൻ വേർബിനെ എന്ത് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെയുള്ളതിനെ ഒരു ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെയുള്ള വേർബിനെയാണ് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. നോക്ക്, ആം, ആർ, ബി ഏബിൾ ടു, ബീയിങ്, ക്യാൻ, കുഡ്, ഡെയർ, ഡിഡ്, ഡു, ഡസ്, ഗോയിങ്, ഇങ്ങനെയുള്ള വേർബ്സ് ഒക്കെ നോക്കിയേ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്, നമ്മൾ ഒരു സെൻറ്റൻസിൽ വരുന്ന ഒരു സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഒരു സെൻറ്റൻസിൻ്റെ കോമൺ ഫോം. അതായത് സബ്ജക്റ്റിൽ അവിടെ വരുന്നത് നൗൺ, പിന്നീട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൺ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സെൻറ്റൻസ് നോക്കൂ, ദ ബോയ് ഈസ് റണ്ണിങ് ഇൻ ദ പാർക്ക്. ദ ബോയ് ഈസ് റണ്ണിങ് ഇൻ ദ പാർക്ക്. ഇവിടെ നോക്കാം, ഇവിടെ ദ ബോയ് എന്ന് പറയുന്നതാണ് എന്ത്, സബ്ജക്റ്റ്. റണ്ണിങ് എന്ന് പറയുന്നതാണ് വേർബ്. ഇൻ ദ പാർക്ക് ബാക്കി വരുന്ന സെൻറ്റൻസ് ആണ്. ഓക്കെ, അത് നമുക്ക് ഒബ്ജക്റ്റായിട്ട് ഇടാം. ഓക്കെ,
ഇവിടെ ബോയ് ഈസ് റണ്ണിങ്. ഇവിടെ റണ്ണിങ് എന്ന് പറയുന്ന വേർബിന് ഒരു വോയിസ് കൊടുക്കുകയാണ് ഈസ് എന്ന് പറയുന്നത്. ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് കൊടുക്കുകയാണ് ഈസ്. നോക്കി, ആ ഈസ് എന്താണ് അപ്പോൾ? അതൊരു ഓക്സിലറി വേർബാണ്. മനസ്സിലായില്ലേ ഓക്സിലറി വേർബ് എന്താന്ന്? ഇനി അടുത്തത് മോഡൽ വേർബ്സ്. മോഡൽ വേർബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡാലിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മോഡൽ വേർബ്സ്. നോക്കി അതിൻ്റെ ടൈപ്പ് നോക്കാം. എബിലിറ്റി, അതായത് ഒരു എബിലിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ വേർബ്സ് ഏതൊക്കെയാണ്? ക്യാൻ ആൻഡ് കുഡ്, അതായത് എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യും. നോക്ക് എക്സാമ്പിൾ നോക്കി, ഡേവിഡ് ക്യാൻ സ്പീക്ക് 3 ലാംഗ്വേജസ്. ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സ്പീക്ക് എന്ന് പറയുന്ന വേർബിൻ്റെ എബിലിറ്റീനെ കാണിക്കുന്നതാണ് ക്യാൻ. നോക്ക്, ഹി കുഡ് സ്പീക്ക് ഫ്ലുവൻറ്റ് ഫ്രഞ്ച് വെൻ ഹി വാസ് 5. ആൾ 5 വയസ്സുള്ളപ്പോൾ തന്നെ എന്ത് ചെയ്തിരുന്നു? ഫ്ലുവൻ്റ് ആയിട്ട് ഫ്രഞ്ച് സംസാരിച്ചിരുന്നു. ആ ഫ്ലുവൻറ്റ് ഫ്രഞ്ചിനെ ഹി കുഡ് സ്പീക്ക് എന്ന് പറയുന്ന വേർബിനെ ആൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എബിലിറ്റി ആക്കി മാറ്റുന്നത് കുഡ് എന്ന് പറയുന്നുള്ള വേർഡ് അവിടെ വന്നുകൊണ്ടാണ്. അപ്പം ക്യാനും കുഡും അവിടെ എന്തായി മാറി? എബിലിറ്റി മോഡൽ വേർബായി മാറി. നോക്കിയേ പെർമിഷൻ മോഡൽ വേർബ് ക്യാൻ, കുഡ്, മേ. അത് ഈ ക്യാനും കുഡും എന്നൊക്കെ പറയുന്നത് എബിലിറ്റി മോഡൽ വേർബ് മാത്രമായിട്ടല്ല, അതായത് ഒരു സെൻറ്റൻസിൻ്റെ എൻറ്റയർ മീനിങ് അനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള മോഡൽ വേർബ്സിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നോക്ക്, ക്യാൻ ഐ സിറ്റ് ഇൻ ദാറ്റ് ചെയർ പ്ലീസ്, അതായത് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ ഐ സിറ്റ് ഇൻ ദാറ്റ് ചെയർ പ്ലീസ്. അവിടെ ക്യാൻ എന്ന് പറയുന്നത് ഒരു പെർമിഷൻ ചോദിക്കുകയാണ്, അല്ലാണ്ട് കഴിയും എന്നുള്ള ഒരു എബിലിറ്റീനെ കാണിക്കല്ല. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻ വരുന്നത്, പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ അതെന്തായി? പെർമിഷൻ മോഡൽ വേർബായി. കുഡ് ഐ ഓപ്പൺ ദ വിൻഡോ, ഞാൻ വിൻഡോ തുറന്നോട്ടെ. അവിടെ ആ പെർമിഷൻ ചോദിക്കുന്നത് എന്താണ്? ഐ ഓപ്പൺ ദ വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിൻഡോ തുറന്നു എന്നാണ്. അതൊരു ക്വസ്റ്റ്യനായി മാറുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ കുഡ് വെക്കുമ്പോഴാണ്. കുഡ് ഐ ഓപ്പൺ ദ വിൻഡോ. അപ്പോൾ ആ കുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർമിഷനാണ്. അപ്പോൾ അതൊരു മോഡൽ വേർബായി. മേ ഐ ബോറോ യുവർ ഡിക്ഷണറി, ഞാൻ നിന്റെ ഡിക്ഷണറി ഒന്ന് കടം മേടിച്ചോട്ടെ. ഐ ബോറോ യുവർ ഡിക്ഷണറി, ഞാൻ നിന്റെ ഡിക്ഷണറി കടം മേടിച്ചു എന്നായി. അതിന് ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത് എന്താണ്? മേ വന്നപ്പോഴാണ് മേ. അപ്പം മേ എന്ന് പറയുന്നതും എന്താണ്? ഒരു മോഡൽ വേർബാണ്. ഇനി അടുത്തത് അഡ്വൈസ്. അഡ്വൈസ് കൊടുക്കുന്ന മോഡൽ വേർബ്സ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഷുഡ്. നോക്കുക, യു ഷുഡ് വിസിറ്റ് യുവർ ഡെന്റിസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്തിരിക്കണം. അവിടെ ചെയ്തിരിക്കണം എന്നുള്ളൊരു മീനിങ്, ഒരു അഡ്വൈസ് കൊടുക്കുന്ന ടൈപ്പ് മീനിങ് വരുന്ന ആ സെൻറ്റൻസിലേക്ക് വരുന്നത് ഷുഡ് എന്ന് പറയുന്ന ഒരു വേർബ് അവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. യു വിസിറ്റ് യുവർ ഡെന്റിസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഡെന്റിസ്റ്റിനെ വർഷത്തിൽ 2 പ്രാവശ്യം മീറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഷുഡ് എന്ന് പറയുമ്പോഴാണ് അതെന്താവുന്നത്? അതൊരു അഡ്വൈസായി മാറുന്നത്. ഓക്കെ, യു ഷുഡ് ട്രൈ ടു ലൂസ് വെയിറ്റ്. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. യു ഷുഡ് ട്രൈ ടു ലൂസ് വെയിറ്റ്. ഒരു വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കുകയാണ്. ആ അഡ്വൈസ് വരുന്നത് ഷുഡ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഷുഡ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഒരു അഡ്വൈസ് മോഡൽ വേർബാണ്. അടുത്ത് നോക്കിയേ, ഒബ്ലിഗേഷൻ. മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു എന്നുള്ളതാണ് വരുന്നത്. മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു. ഐ മസ്റ്റ് മെമ്മറൈസ് ഓൾ ഓഫ് ദിസ് റൂൾസ് അബൌട്ട് ടെൻസസ്. അതായത് ചെയ്തിരിക്കണം, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഐ മസ്റ്റ് മെമ്മറൈസ് ഓൾ ഓഫ് ദിസ് റൂൾസ് അബൌട്ട് ടെൻസസ്. ടെൻസസിൻ്റെ എല്ലാ റൂളും ഞാൻ എന്ത് ചെയ്തിരിക്കണം? മെമ്മറൈസ് ചെയ്തിരിക്കണം. അവിടെ മസ്റ്റ് എന്നുള്ള വാക്കുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ മസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കി ചെയ്തിരിക്കണം എന്നുള്ളതല്ല. ഐ മെമ്മറൈസ് ഓൾ ഓഫ് ദിസ് റൂൾസ് അബൌട്ട് ടെൻസസ്. ഞാൻ എല്ലാ റൂൾസും, ടെൻസിൻ്റെ എല്ലാ റൂൾസും ഞാൻ മെമ്മറൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് വരിക. മസ്റ്റ് വന്നപ്പോൾ എന്തായി? ഐ മസ്റ്റ് മെമ്മറൈസ്, ഞാൻ മെമ്മറൈസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അർത്ഥം വന്നു. അവിടെ ഒരു ഒബ്ലിഗേഷൻ വരാണ്. അപ്പം മസ്റ്റ് എന്നത് അവിടെ എന്തായി മാറി? ഒരു മോഡൽ വേർബായി മാറി. യു ഹാവ് ടു ടേക്ക് ഓഫ് യുവർ ഷൂസ് ബിഫോർ യു ഗെറ്റ് ഇൻ ടു ദ മോസ്ക്. മോസ്കിൽ പള്ളിയിൽ കയറി പോകുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായും ഷൂസ് ഊരിയിരിക്കണം. അപ്പോൾ അതെന്തായി മാറാണ്? അതവിടെ ഒരു മോഡൽ വേർബായി മാറാണ്. നോക്കി അടുത്തത് പോസിബിലിറ്റി. പോസിബിലിറ്റി വരുന്നത് നോക്കി, മൈറ്റ്, മേ, കുഡ്, ക്യാൻ. ഇതൊക്കെയാണ് പോസിബിലിറ്റി. മൈറ്റ്, മേ, കുഡ്, ക്യാൻ. നോക്ക്, ഐ ലുക്സ് നൈസ് ബട്ട് ഇറ്റ് മൈറ്റ് ബി വെരി എക്സ്പെൻസീവ്. അത് എന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും എങ്ങനെ വരുമ്പോൾ, പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടാൽ എന്നെ കാണാൻ ഭംഗി ഉണ്ടാവും, പക്ഷെ ആ ഡ്രസ്സിന് വളരെ എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറയില്ലേ, അതാണ് മൈറ്റ് വരുന്നത്. അതിന് എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നൊരർത്ഥം. അടുത്ത് നോക്ക്, റിച്ചാർഡ് മേ ബി കമ്മിങ് ടു സീ അസ് ടുമോറോ. ചിലപ്പോൾ വരുമായിരിക്കും, പോസിബിലിറ്റി ആണുള്ളത്. റിച്ചാർഡ് ഈസ് കമ്മിങ് ടു സീ അസ് ടുമോറോ എന്ന് വരികയാണെങ്കിൽ ഇവിടെ ഈ മേ ബിക്ക് പകരം മേ ബിക്ക് പകരം ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ ഈസ് വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റിച്ചാർഡ് ഈസ് കമ്മിങ് ടു സീ അസ് ടുമോറോ എന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണ്.
ഇവിടെ മേ ബി എന്ന് പറയുമ്പോൾ അതെന്തായി മാറി? മേ ബി എന്ന് പറയുമ്പോൾ അതൊരു പോസിബിലിറ്റി ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അതെന്തായി? ഒരു പോസിബിലിറ്റി മോഡൽ വേർബായി മാറി. ഇനി അടുത്ത ടൈപ്പ് വേർബാണ് റെഗുലർ വേർബ് അല്ലെങ്കിൽ ഇറഗുലർ വേർബ്. അതും പ്രസന്റ്, പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, റെഗുലർ വേർബിൽ വരുമ്പോൾ പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലും അല്ലാണ്ട് പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസിലും ഒക്കെ ED ആണ് വരിക. കേട്ടോ, ED ആണ് വരിക. പക്ഷേ ഇറഗുലർ വേർബ് വരുമ്പോഴോ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഡിഫറെൻറ്റ് വേർഡ്സ് വരാൻ സാധ്യതയുണ്ട്. അതാണ് റെഗുലർ ആയിട്ടുള്ള വേർബ്. അതായത് ഒരു വേർബ് പാസ്റ്റിലേക്ക് വന്നാലും ഫ്യൂച്ചറിലേക്ക് വന്നാലും അതിൻ്റെ കൂടെ ED എന്നുള്ള ഈ 2 ലെറ്റേഴ്സ് മാത്രമേ ചേരുള്ളൂ. അങ്ങനെ റെഗുലറായി വരുന്ന വേർബുകളെയാണ് റെഗുലർ വേർബ്സ് എന്ന് പറയുക. ഇറഗുലർ വേർബ്സ് എന്ന് പറയുമ്പോൾ അതിൽ ചേഞ്ചസ് എൻറ്റയർലി ആ വേർഡിൻ്റെ സ്പെല്ലിംഗ് തന്നെ മാറാൻ സാധ്യതയുണ്ട്. നോക്കാം, എക്സാമ്പിൾ നോക്കി. ആക്ട്, പ്രസന്റിൽ ആക്ട് അഭിനയിക്കുന്നു. ആക്റ്റഡ് പാസ്റ്റ് പാർട്ടിസിപ്പിളിലും ആക്റ്റഡ് തന്നെയാണ്. കണ്ടോ, രണ്ടും ED എന്നുള്ള 2 ഫോംസേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഫോളോ, ഫോളോഡ്, ഫോളോഡ്. ഫിക്സ്, ഫിക്സ്, ഫിക്സ്ഡ്. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്. കണ്ടോ, ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ്. ഫ്രൈ, ഫ്രൈ, ഫ്രൈ. കണ്ടോ, ED എന്ന് പറയുന്ന ഒരു 2 ലെറ്റേഴ്സ് മാത്രമേ ആഡ് ആയിട്ടുള്ളൂ. അത് പാസ്റ്റിൽ വന്നപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വന്നപ്പോഴും. പക്ഷെ ഇറഗുലർ വേർബിൽ നോക്കിയേ, ബിക്കം, പ്രസന്റിൽ ബിക്കം ആണെങ്കിൽ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലും മാറി, ബിക്കെയിം ആയി മാറി. കണ്ടോ, ബിക്കെയിം ആയി. കണ്ടോ, ആ ഡിഫറൻസ് ഉണ്ടോ? അത് അങ്ങനെ സ്പെല്ലിങ്ങിൽ എൻറ്റയർലി ഡിഫറൻസ് വരുന്നതിനെയാണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. നോക്കി, ചൂസ്, പാസ്റ്റിൽ വന്നപ്പോൾ ചോസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വന്നപ്പോൾ ചൂസൺ. നോക്കി, കം, അത് മാറി കെയിം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വന്നപ്പോൾ കം തന്നെയായി. ഫ്ലൈ, ഫ്ലൈ പാസ്റ്റിലേക്ക് വന്നപ്പോൾ ഫ്ലൂ ആയി. അത് പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കൊക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് പോയപ്പോൾ അതെന്തായി മാറി? ഫ്ലോൺ ആയി. ഓൾറെഡി പറന്ന് പോയി എന്നായി. പാസ്റ്റിൽ വന്നപ്പോൾ ഫ്ലൂ, ഫ്ലൂ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് പറന്നു എന്നായി. ഇത് പറന്ന് പോയി എന്നായി. ഇനി ക്യാച്ച്, ക്യാച്ച് എന്ന് വെച്ചാൽ പിടിച്ചു, പ്രസന്റ് ടെൻസിൽ ക്യാച്ച്. പാസ്റ്റിലേക്ക് വന്നപ്പോൾ അത് കോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളിലും അത് കോട്ട്. ഓക്കെ, പ്രസന്റിൽ ബിഗിൻ, അത് പാസ്റ്റിലേക്ക് വന്നപ്പോൾ ബിഗാൻ, പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വന്നപ്പോൾ ബിഗൻ. അങ്ങനെ ചേഞ്ചസ് എൻറ്റയർലി ആ വേർഡിന് ചേഞ്ചസ് വരുന്നത്. അങ്ങനെയുള്ള വേർബ്സിനെ ഇറഗുലർ വേർബ്സും ED മാത്രം വന്നിട്ടുള്ള ചേഞ്ചസ് വരുന്ന വേർബ്സിനെ റെഗുലർ വേർബ്സ് എന്നും പറയും.